എപ്പോഴത്തെയും പോലെ തന്നെ ചില വാഗ്ദാനങ്ങൾ സർക്കാരിന് വീണ്ടും പാലിക്കാൻ പറ്റാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മെസ്സി വരുന്നു എന്ന് പറയുന്നത്. മെസ്സി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി. അതെല്ലാം തച്ചൊടിച്ചുകൊണ്ട് നവംബറിൽ മെസ്സി കേരളത്തിലേക്ക് വരില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അതിന്റെ കൂടെ മറ്റൊരു നുണ കൂടി പറയുന്നുണ്ട്, മാർച്ചിൽ മെസ്സി കേരളത്തിൽ എത്തിയേക്കും എന്നുള്ളൊരു വാഗ്ദാനം കൂടി വീണ്ടും നൽകുന്നുണ്ട്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ജനങ്ങളെ പൊട്ടന്മാരാക്കുകയായിരുന്നു ഇത്രയും നാൾ കേരള സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. ഏറെക്കാലമായിട്ടാണ് ഈ വിവാദം, അതായത് വിവാദവും അതേപോലെ തന്നെ ഹർഷ പറഞ്ഞതുപോലെ വാഗ്ദാനവും കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്കും അതേപോലെ ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നത്. ആദ്യഘട്ടത്തിൽ പറഞ്ഞത് മെസ്സി ദാ ഇപ്പോൾ വരും എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ സ്പോർട്സ് വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇപ്പോൾ വരും, അതിൻ്റെ കൂടെ സ്പോൺസർമാരെ റിപ്പോർട്ട് റിവ്യൂ പറഞ്ഞിപ്പോൾ വരും. അപ്പോൾ പറഞ്ഞു എന്തു വരില്ല എന്ന് സർക്കാരിന് കൺഫർമേഷൻ ലഭിച്ചു എന്ന് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ഇവർ തമ്മിലൊരു ധാരണ ഇല്ലാത്തതിൻ്റെ പ്രശ്നം മൂലം അത്തരത്തിലുള്ള വാർത്തകൾ മുന്നോട്ട് വന്നിരുന്നു. അതിനുശേഷം മെസ്സി വരുമെന്നുള്ള വാർത്തകൾ വന്നു. നോക്കൂ, എന്നാണ് മെസ്സി വരുമെന്ന് പറഞ്ഞത്? നവംബറിലാണ് വരുമെന്ന് പറഞ്ഞത്. നമുക്കറിയാം, വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സ്പാനിഷ് മാധ്യമം പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്, മെസ്സി ഇന്ത്യയിലേക്കില്ല, ഈ സമയത്ത് ഇവിടെ പ്രാക്ടീസിലായിരിക്കും, സ്പെയിനിൽ പ്രാക്ടീസിലായിരിക്കും, അല്ലെങ്കിൽ ആഗോളമായിട്ടുള്ള മത്സരം നടക്കുകയായിരിക്കും, എന്ന ആഗോളമായിട്ട് മാത്രമേ കളിക്കുകയുള്ളൂ എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിനെയെല്ലാം തള്ളുന്ന തരത്തിലായിരുന്നു ഇവിടുത്തെ സർക്കാർ വൃത്തങ്ങളും സ്പോൺസർമാരായ റിപ്പോർട്ടർ ടിവിയും ഉൾപ്പെടെ വാർത്തകൾ പറഞ്ഞിരുന്നത്. വ്യാജ വാർത്തകളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പടച്ചു വിടുന്നത്. അതായത് സ്പെയിനിൽ നിന്ന് ഇറക്കിയ ഒരു പത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഒന്ന് വെബ്സൈറ്റിൻ്റെയോ വാർത്തയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. അതിനെല്ലാം തള്ളിക്കൊണ്ട് നവംബറിൽ തന്നെ വരും. വളരെ നാളുകളായി മെസ്സിയെ സംബന്ധിച്ച് മെസ്സിയെ ഒരു കേരളത്തിലെ വിൽപ്പന ചരക്കാക്കി വെച്ചുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നത് വരെ നോക്കൂ, അതായത് അടുത്ത തിരഞ്ഞെടുപ്പ് തുടർഭരണം ലക്ഷ്യമിടുന്ന LDF സർക്കാരിന് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് ഒരു കാര്യം മുന്നോട്ട് വെക്കണം. അതുവരെ ഇങ്ങനെ ഈ ജിജ്ഞാസ, ആൻസൈറ്റി ഇങ്ങനെ നിർത്തണം. അതായത് വരും കൊണ്ടുവരും എന്ന് കരുതി അവർ, അതായത് ആ പ്രതീക്ഷയോടുകൂടി LDF ഗവൺമെന്റിന്റെ മേലൊരു മമത വരികയും അത് തുടർഭരണത്തിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ വിചാരിച്ചിരുന്നത്. പക്ഷേ അതെല്ലാം പാളിപ്പോകുന്ന സാഹചര്യമാണ് ആദ്യഘട്ടത്തിലും അവസാന ഘട്ടത്തിലും കാണുന്നത്. പലപ്പോഴായി ഈ മെസ്സിയുടെ വിവാദം എന്ന് തുടങ്ങിയതാണ്, ഏകദേശം 8-9 മാസമായെന്ന് തോന്നുന്നു മെസ്സി വരും എന്ന തരത്തിലുള്ള വാർത്തകൾ നിറയുന്നു. വാർത്തകൾ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങളോളം രൂപയാണ് ഈ ഒരു കാരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചെലവാക്കിയിട്ടുള്ളത്. ഇതൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്നൊരു ചോദ്യമാണ് ഏറ്റവും ഉയർന്നു കേൾക്കുന്നത്. കുറച്ചു നാൾ മുൻപ് വരെ നമ്മൾ കേട്ടിരുന്ന ശബരിമല അയ്യപ്പ വിവാദം, ആ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു സ്പോൺസർ വരുന്നു, പിന്നീട് ഒരു പോറ്റി വരുന്നു, അത്തരത്തിൽ ഒരുപാട് ആളുകളായിരുന്നു ആ ഒരു വിവാദം പുറത്തു വന്നതിന് പിന്നാലെ പുറത്തു വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ മെസ്സിയുടെ ഈ ഒരു വിഷയം കൂടി മുന്നോട്ട് വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പല സ്പോൺസർമാരുടെയും മറ്റു പല രാഷ്ട്രീയ പ്രവർത്തകരുടെയും പേരുകൾ ഇനി ഈ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമെന്നാണ് കേരളക്കാർ കാത്തിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ അതായത് സ്പോൺസർമാരായ റിപ്പോർട്ടർ TV അവരുടെ തലപ്പത്തിരിക്കുന്നവരെ ബന്ധപ്പെട്ട കേസുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, കൃത്യമായി അതിനെപ്പറ്റി ധാരണയുള്ളതുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നേരത്തെ ഉള്ള മുട്ടിൽ മരമുറി, അതേപോലെ മാംഗോ ഫോൺ, അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ എന്ത് തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാം സത്യാവസ്ഥ ഒരിക്കൽ പുറത്തു വരും. അത് ഇന്ത്യൻ നീതിന്യായ സംഹിത അനുസരിച്ചായിരിക്കും നടക്കുക. പക്ഷേ ഇത്തരത്തിലൊരു, അതായത് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്ത് മത്സരം നടക്കുമെന്ന് പറഞ്ഞു, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിനായി ഒരുക്കുമെന്ന് പറഞ്ഞു, അതിനുള്ള FIFA റാങ്കിങ്ങിലേക്ക് സ്റ്റേഡിയം ഉയർത്തുമെന്ന് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ അങ്ങനെയുള്ള ചർച്ചകൾ, തലസ്ഥാനത്ത് മെസ്സി വരുന്നു, മെസ്സിയുടെ മത്സരം അവിടെ നടക്കും, ഓസ്ട്രേലിയൻ ടീമുമായിട്ടായിരിക്കും മത്സരം എന്നൊക്കെ അവസാന ഘട്ടത്തിലാണ് പറഞ്ഞത്. അത് ഒരു ഘട്ടം കഴിഞ്ഞ് എന്ത് ചെയ്തു, കൊച്ചിയിലേക്ക് മാറ്റി. കൊച്ചിയിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് സ്റ്റേഡിയം പുനർനിർമ്മാണം ചെയ്യുന്നതും അതൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതിനുള്ള ഫണ്ടൊക്കെ എവിടെ നിന്നാണെന്നുള്ള ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. അതായത് ഈ സ്പോൺസർമാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അത് പല മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. ചാനൽ അവതാരകർ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പറയുന്നതാണ്. പലതരത്തിലുള്ള ഇതിനിടയ്ക്ക് തന്നെ ഈ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നവരാണ്. പക്ഷേ സർക്കാർ ഇപ്പോഴും ഇതിൽ മൗനം പാലിക്കുകയാണ്. സ്പോൺസർമാരായിട്ടുള്ളവരാണ് ഈ വാർത്തകൾ പുറത്തുവിടുന്നത്. അതായത് നവംബറിലുള്ള വിൻഡോയിൽ ഇന്ത്യയിലേക്ക് മെസ്സി വരില്ല, അടുത്തൊരു വിൻഡോയിൽ മാർച്ചിലേക്ക് നോക്കൂ, അതായത് 2026 മെയ്യോടെ ആയിരിക്കും തിരഞ്ഞെടുപ്പ് വരുന്നത്. അതുവരെ ഇതിനെ നീട്ടിക്കൊണ്ടുപോയി മെസ്സിയെ ഇവിടുത്തെ ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രമാക്കി മാറ്റാൻ ഇവിടുത്തെ CPM-കാർ അല്ലെങ്കിൽ ഇവിടുത്തെ LDF സർക്കാർ ശ്രമിക്കുകയാണോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നത്. മറ്റൊരു കാര്യം, റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരുന്ന വലിയ തരത്തിലുള്ള ഒരു അനിമേഷൻ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. രാമനാട്ടുകരയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള യാത്ര ഇങ്ങോട്ടേക്ക് എത്തുന്നു, അത് കഴിഞ്ഞ് വലിയ സജ്ജീകരണങ്ങൾ എല്ലാം തന്നെ, അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി. ഇതുവരെ ടിക്കറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കാത്തതും സ്ഥിരീകരിച്ചതുമായ ഒരുപാട് വാർത്തകൾ വന്നു. അതിനെല്ലാം തള്ളിക്കൊണ്ട് റിപ്പോർട്ടർ TV മേധാവി തന്നെ മുന്നോട്ട് വന്നിരുന്നു. ഇത്തരത്തിൽ അതായത് വന്ന വാർത്തകളെല്ലാം വ്യാജമാണ് എന്നാൽ അത് ഇവിടുത്തെ സാധാരണക്കാരന് താങ്ങാൻ കഴിയാത്ത ടിക്കറ്റ് റേറ്റ് ആയിരുന്നു. നോക്കൂ, 3 പേരടങ്ങുന്ന ഒരാൾക്ക് 1 കോടി രൂപ. ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയാണോ? ഇവിടുത്തെ സാധാരണ ഫുട്ബോൾ പ്രേമികൾക്ക് ഇപ്പോൾ 5000 രൂപ മുതൽ 1 കോടി രൂപ വരെയാണ് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. 5000 രൂപ ഇവിടുത്തെ സാധാരണ ഒരു ഫുട്ബോൾ
പ്രേമിക്ക് താങ്ങാൻ കഴിയുന്നതാണോ എന്ന് ചോദ്യം. അപ്പോൾ ഈ CPM ആർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ LDF സർക്കാർ ആർക്ക് വേണ്ടിയാണ് മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമായിരുന്നു. ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടല്ലേ, എലൈറ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ടല്ലേ, സാധാരണക്കാർക്ക്? എപ്പോഴും LDFന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് എലൈറ്റ് ക്ലാസ് ഒന്നുമല്ല, ഇവിടുത്തെ സാധാരണക്കാരാണ്, തൊഴിലാളികളാണ്, തൊഴിലാളി വർഗ പാർട്ടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 5000 രൂപ എന്ന് പറഞ്ഞ ശരാശരി ഒരു ദിവസം ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് വലിയൊരു തുക തന്നെയാണ്. അപ്പോൾ കൃത്യമായി നമുക്കറിയാം, ഫുട്ബോളിന്റെ അത് തന്നെ പ്രേമിക്കുന്നതുമായ ഫുട്ബോൾ ആരാധകർ ഏറ്റവും കൂടുതലുള്ള കോഴിക്കോട് മലബാർ മേഖലയിൽ നിന്ന് ആൾക്കാർ ഇതിനെ വളരെ താല്പര്യത്തോടെയാണ് നോക്കിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ആരാധകർ ഇതിനു വേണ്ടി ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം, അവിടെ നിന്ന് കിട്ടിയ സപ്പോർട്ടുകളെല്ലാം തന്നെ വലുതായിരുന്നു. അവർ മെസ്സി കാണണമെന്നും മെസ്സിക്കായിട്ടുള്ള ഒരുപാട് ഇന്റർവ്യൂകളും അതേപോലെ പരിപാടികളും എല്ലാം തന്നെ നമ്മൾ കണ്ടിരുന്നതാണ്. പക്ഷെ അവരെ എല്ലാം നിരാശപ്പെടുത്തുന്ന രീതിയിൽ, വാഗ്ദാനം കൊടുത്ത് നിരാശപ്പെടുത്തുന്ന രീതിയിലുള്ള മുന്നോട്ട് പോക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മെസ്സി എത്തില്ല എന്ന് പലകുറിയായി പല സ്രോതസ്സുകളിൽ നിന്ന് പലരും പറഞ്ഞിട്ട് അതിനെല്ലാം തള്ളുന്ന ഒരു സാഹചര്യവുമായി റിപ്പോർട്ടർ TVയും അതേപോലെ തന്നെ സർക്കാരും ഉണ്ടെന്ന്. ഇപ്പോഴും സർക്കാർ മൗനം പാലിക്കുകയാണ്. ഒരു കൃത്യമായ സ്റ്റേറ്റ്മെന്റ് നൽകാതെ. സ്പോൺസർ എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനമല്ലല്ലോ, അതേപോലെ സർക്കാരാണല്ലോ ഇവിടുത്തെ ഔദ്യോഗികമായ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ സ്പോർട്സ് വകുപ്പ് മന്ത്രി ഇതുവരെ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല, സർക്കാർ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇതിന്റെ സജ്ജീകരണങ്ങളുമായി ബന്ധപ്പെട്ട് അബ്ദുറഹ്മാൻ മൻഷൂർ നടത്തിയ പരിപാടികൾ, സന്ദർശനം, ഇതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോഴല്ലേ ഇതെല്ലാം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള PR എക്സസൈസുകൾ മാത്രമാണോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരുപാട് ട്രോൾ മഴകളാണ് ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. എക്കാലവും ഇതിനെപ്പറ്റി, അതായത് ഇപ്പം തുറന്നാൽ മെസ്സി വരില്ല, ഇതിപ്പം പലതരത്തിലുള്ള ട്രോളുകൾ, ചർച്ചകൾ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഡിയോ ഉൾപ്പെടെ റിപ്പോർട്ടർ TV പുറത്തുവിട്ട സാഹചര്യത്തിൽ മെസ്സി അതേപോലുള്ള കേസുകളിൽ, അതായത് സ്ത്രീപീഡന ആരോപണ കേസുകളിൽ പെടുത്തുമെന്ന തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ നിറഞ്ഞുകൊണ്ടുള്ള ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ നടന്നുണ്ട്. അതുകൊണ്ട് മെസ്സി വരണം, മെസ്സി ഇനി കളിക്കുന്നെങ്കിൽ കേരളത്തിൽ മാത്രമേ കളിക്കൂ, വേറെ എങ്ങും കളിക്കില്ല എന്നൊരു സാഹചര്യം ഉൾപ്പെടെയുള്ളവ ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് സ്പോൺസർ എന്ന് പറയുന്ന വ്യക്തി വിടുന്ന വാർത്തകൾ അനുസരിച്ച് മാർച്ചിൽ മെസ്സി കേരളത്തിലേക്ക് വരുമെന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം, മെയിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകൾ നിൽക്കുന്ന സാഹചര്യത്തിൽ മാർച്ചിലേക്ക് മെസ്സി വരുമ്പോൾ അദ്ദേഹത്തിന് നൽകേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ എത്രത്തോളം നടത്താൻ സാധിക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെയുണ്ട്. അതോ നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഇലക്ഷൻ വരെ നീട്ടിക്കൊണ്ടുപോയി മെസ്സിയെ വിൽപ്പനച്ചരക്കാക്കാനുള്ള ഒരു ബുദ്ധിയാണോ LDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നേരത്തെ ചേട്ടൻ പറഞ്ഞിരുന്നു ഇതൊരു തൊഴിലാളി വർഗ പാർട്ടിയാണ് എന്ന് പറഞ്ഞാണ് പ്രചാരണം ഏറ്റവും കൂടുതൽ നടത്തുന്നത് എന്നുള്ളത്. പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്നു തുടർഭരണത്തിന് തൊട്ട് മുൻപ് വരെ മാത്രമായിരുന്നു ഒരു തൊഴിലാളി വർഗ പാർട്ടിയായി പിണറായി സർക്കാർ ഉണ്ടായിരുന്നത്. ഇലക്ഷൻ കഴിയുന്നതോടുകൂടി പിണറായിയും പിണറായിയുടെ പാർട്ടിയും കംപ്ലീറ്റ് ആയിട്ടും എലൈറ്റ് വർഗ്ഗങ്ങൾക്ക് വേണ്ടി മാത്രമായി മാറുന്ന രീതി നമ്മൾ കാണുന്നുണ്ട്. മുതിർന്ന, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സവർണർ എന്ന് പറയപ്പെടുന്ന ചില ആളുകളോട് മാത്രമാണ് ഒരു പ്രീതി കാണിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ പറയുന്ന സവർണ വർഗത്തിന് വേണ്ടി മാത്രമാണ്. അവരുടെ വോട്ട് കൊണ്ടും അവരുടെ പണം കൊണ്ടും വീണ്ടും വിജയിക്കാൻ കഴിയും എന്നുള്ളൊരു രീതിയിലേക്കല്ലേ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴായി ഉയർന്നു വരുന്ന ആരോപണം കേരളത്തിലെ CPM BJPയുടെ ഒരു B ടീമാണെന്നുള്ള ആരോപണം ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിൽ, അതായത് ഇപ്പോൾ CPMന്റെ മൊത്തത്തിലുള്ളൊരു എക്സസൈസ്, PR എക്സസൈസ് മറ്റു നമ്മൾ കണ്ട ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെന്താണ്, കോർപ്പറേറ്റുകളെ പിന്തുണയ്ക്കുന്ന രീതികളെ നമുക്ക്, അല്ലെങ്കിൽ കോർപ്പറേറ്റുകളെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള നടപടികൾ അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അതായത് ഇന്നലെ തന്നെ MP ഗോവിന്ദ മാഷ് പറഞ്ഞു കണ്ടില്ലേ, അതായത് CPMന്റെ സന്നദ്ധികമായിട്ടുള്ള കാര്യങ്ങൾ നടത്താനുള്ളൊരു ഗവൺമെന്റ് അല്ല ഇത്, അത്തരത്തിലുള്ളൊരു ഗവൺമെന്റ് അല്ല എന്ന തരത്തിലുള്ള പരാമർശമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പാർട്ടി മാറി ചിന്തിക്കുന്നു, പാർട്ടി വേറൊരു തരത്തിലേക്ക് മാറി ചിന്തിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത് വരുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, അടുത്ത മെയ്യിൽ കൃത്യമായി തെരഞ്ഞെടുപ്പ് കാണും. അപ്പോൾ അതിനു മുമ്പ് തന്നെ കോഡ് ഓഫ് കണ്ടക്ട് വരുമെന്നായിരിക്കും. അതിന് മുമ്പ് തന്നെ ഈ സുരക്ഷാ ക്രമീകരണമായിട്ട് ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ സർക്കാരിന്റെ കാലാവധി തീരുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് മെസ്സിയെ കൊണ്ടുവന്ന് കേരളത്തിൽ കളിപ്പിക്കുക എന്നൊരു ചോദ്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെറും പാഴ്വാക്ക് മാത്രമല്ലേ? അതായത് നേരത്തെ ഹർഷ സൂചിപ്പിച്ച പോലെ ഇലക്ഷന് മുമ്പായിട്ട് വരും എന്ന് മെസ്സി എന്ന ഒരു ഫുട്ബോൾ ദൈവം എന്ന് കണക്കാക്കുന്ന മെസ്സിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് വോട്ട് നേടാനുള്ള LDFന്റെ തന്ത്രമല്ലേ? അതിനുവേണ്ടിയല്ലേ ഈ സ്പോൺസർമാരുൾപ്പെടെയുള്ളവർ ചെയ്തു കൊടുക്കുന്ന ഈ കാര്യങ്ങൾ മാത്രമാണ്. ഇതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. എന്തായാലും മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനിയും തീർച്ചയായിട്ടില്ല. മെസ്സി മാർച്ചിൽ വരുമെന്ന് അടുത്ത ഒരു ന്യായീകരണം സ്പോൺസറിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. സർക്കാർ ഇതിൽ കൃത്യമായ മറുപടി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടതാണ്.